വകുപ്പ് തന്നെയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഒന്ന് കേരള പോലീസ് ആക്ട്, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം, മറ്റൊന്ന് IT ആക്ട്, വേറെ ഒന്ന് കലാപാഹ്വാനം, പിന്നെ എന്താണ് സാജു, BNS ഒരു 2-3 വകുപ്പാണ്. ഇതിൽ ഒരു വകുപ്പ് മാത്രമാണ് എന്താണ് നോൺ ബെയിലബിൾ എന്ന് സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത വകുപ്പുള്ളത്. ആ വകുപ്പിന് പോലും 3 കൊല്ലാണ് തടവ് ശിക്ഷ ലഭിക്കുക, ശിക്ഷിച്ചാൽ തന്നെ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, ഈ കേസിൽ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടി, ഇദ്ദേഹത്തിന് ആദ്യം കേസെടുക്കുന്നു. കേസെടുത്തിട്ട് പോലീസ് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വലിയ തോതിൽ വിമർശനമാകുന്നു. PG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ നിർബന്ധമായും പോലീസ് ചെയ്യേണ്ട ഒരു പണിയല്ല. അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസിന് തോന്നണം അത് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ അയാൾ രാജ്യം വിടും, അല്ലെങ്കിൽ അയാൾ തെളിവ് നശിപ്പിക്കും, അല്ലെങ്കിൽ ആ കുറ്റകൃത്യം വീണ്ടും ചെയ്യും. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടത്, കസ്റ്റഡിയിൽ വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഇങ്ങനൊരു കേസ് പോലീസ് ചെയ്യേണ്ട കാര്യം കോടതി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആദ്യം അയാൾക്ക് ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം. ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇത് 10 ദിവസം അടങ്ങാതെ ഇരുന്ന് ഒന്നും ചെയ്തില്ല, 2 ദിവസം പോയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തോ ഒരു ബാഹ്യ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ് ആളുകൾക്ക് തോന്നുക, അല്ലേ? 10 ദിവസം ഒന്നും ചെയ്തിട്ടില്ല, അയാളെ വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, 2 ദിവസം പോയി വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ ബാഹ്യ സമ്മർദ്ദം ഉണ്ടെന്ന് ആളുകൾക്ക് തോന്നും. കോടതിയും നോക്കുമ്പോൾ അത് തന്നെയാണ്. ഇദ്ദേഹം വൃദ്ധനായ ഒരു മനുഷ്യനാണ്, 73 വയസ്സുണ്ട്, അയാൾ രാജ്യം വിടാനൊന്നും പോകുന്നില്ല, അയാൾ അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണ് നടപടിക്രമം പാലിക്കാതെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടീസ് കൊടുക്കാമായിരുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ വീഴ്ചയായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കൃത്യവിലോപമായിട്ടല്ല ഈ അറസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇനി അറസ്റ്റ് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെന്നിരിക്കട്ടെ, എന്തായാലും ജാമ്യം ലഭിക്കുന്ന കേസേ ഉള്ളൂ ഇതിൽ. ഇപ്പോൾ നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയ ജാമ്യം കിട്ടുന്ന കേസ് തന്നെയാണത്. നോൺ ബെയിലബിൾ സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, ഇയാൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളൊരു പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ ജാമ്യം എന്നുള്ളത് ഒരു ആളുടെ അവകാശമാണ്, അയാൾക്ക് ജാമ്യം കിട്ടണം. അതിപ്പോൾ ഒരാൾ സംഘപരിവാർ സൈദ്ധാന്തികനാണ് എന്നതുകൊണ്ട് കോടതി പോയി ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ വാദിക്കുന്നത് ശരിക്കും ഒരു സെലക്റ്റീവ് മനുഷ്യാവകാശ വാദമാണ്. ഞങ്ങൾക്ക് മാത്രം മതി ജാമ്യം, മറ്റുള്ളവർക്ക് വേണ്ടെന്ന് പറയുന്നത് ഒരു ജനാധിപത്യവാദിക്ക് ചേർന്ന രീതിയല്ല. ജാമ്യം TG മോഹൻദാസിനും അർഹപ്പെട്ടതാണ്, അബ്ദുൽ നാസർ മോദിനിക്ക് അവകാശപ്പെട്ടതാണ്, ഉമർ ഖാലിദിനും അവകാശപ്പെട്ടതാണ്, എല്ലാ പൗരന്മാർക്കും ഇന്ത്യയിൽ അവകാശപ്പെട്ടതാണ്. അപ്പോൾ ജാമ്യം ലഭിക്കണം, അതിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രശ്നം അതൊന്നുമല്ല, പോലീസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ളതാണ്. അതിപ്പോൾ നിതിൻ രാജിൻ്റെ മരണ കേസിൽ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതേ പ്രശ്നം പോലീസ് കാണിച്ചു. പോലീസ് ഇത് ബോധപൂർവം ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ പോലീസ് ആരുടെ ഇംഗിതത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ ഒരു നടപടി യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ആരാണ്? സർക്കാരിനെയാണ്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി പോലീസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? അതായത് പരാതി കൊടുത്താലും കേസെടുക്കാതിരിക്കുക, ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ നോട്ട് ഇൻ കേരള എന്ന് മറുപടി കൊടുക്കുക, വിദ്വേഷവാഹകർ ഇഷ്ടംപോലെ അഴിച്ചുവിടുക, സ്വമേധയാ കേസെടുക്കേണ്ട കേസുകൾ പോലും കേസെടുക്കാതിരിക്കുക. ഇപ്പോൾ TG മോഹൻദാസിൻ്റെ കേസിൽ സ്വമേധയാ പോലീസിനെ എടുത്തിട്ടില്ല, ഒരു പരാതി കൊടുത്തതിന് ശേഷമാണ് കേസെടുക്കുന്നത്. അപ്പോൾ പോലീസ് ചെയ്യുന്ന എന്ത് നടപടിക്രമങ്ങളും പ്രതിസന്ധിയിലാക്കുക സർക്കാരിനെയാണ്. അപ്പോൾ ഇവിടെ വലിയ വീഴ്ച പോലീസിന് ഇപ്പോൾ ഈ കാര്യത്തിലും വലിയ വീഴ്ചയല്ല സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. കുറച്ചുകൂടി നേരത്തെ അദ്ദേഹത്തെ ചോദ്യം വിളിച്ചു വരുത്താമായിരുന്നു, ഇതൊക്കെ ചെയ്യാമായിരുന്നു, ചെയ്തില്ല. അപ്പോൾ ഈ ബിഹേവിയർ യഥാർത്ഥത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സർക്കാരും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും.